ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 28 വാക്യം 5. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം 5 വാക്യത്തിൽ പൗലോസ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് നാം കാണുന്നത്. പൗലോസ് ഈ സമയം മെലീത്ത എന്ന ദ്വീപിലാണ്. തടവുകാരനായി അദ്ദേഹത്തെ അധികാരികൾ കൊണ്ടുപോയതാണ്. വഴിയിൽ വച്ച് ഭയങ്കരമായ കടൽക്ഷേത്രത്തിൽ അഥവാ കപ്പലപകടത്തിൽ പെടുവാനിടയായി. എങ്കിലും ഒരുവിധം രക്ഷപ്പെട്ട ശേഷം ആ സ്ഥലത്തിൻ്റെ പേര് മെലീത്ത എന്ന് മനസ്സിലാക്കുവാനിടയായി. അവിടെയുള്ള ജനങ്ങൾ പൗലോസ് അപ്പോസ്തലന് വലിയ കൃപ കാണിച്ചുകൊണ്ട്, സ്നേഹം കാണിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. ആ സമയം സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ആ പ്രദേശവാസികൾ പൗലോസിനെയും കൂടെയുള്ളവരെയും സ്വാഗതം ചെയ്തത് തീ കൂട്ടിയാണ്. കാരണം ശീതം ആയിരുന്നു. തണുപ്പ് കാലത്ത് അതിഥികളെ തീ കൂട്ടി ചൂട് പകർന്നുകൊണ്ട് സ്വാഗതം ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ പൗലോസിനെയും അവർ തീ കൂട്ടി സ്വാഗതം ചെയ്യുകയാണ്. പൗലോസിൻ്റെ മുന്നിലുള്ള ആ തീ അണഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ആ തീ വർദ്ധിപ്പിക്കുന്നതിനായി കുറച്ച് വിറക് വാരിയെടുത്ത് തീയിലിടുകയാണ്. ആ സമയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാമ്പ് കടിച്ചു തൂങ്ങുന്നു. അദ്ദേഹം അത് തീയിൽ കുടഞ്ഞു കളഞ്ഞുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വെളിപ്പാട്, നമ്മെ അറുപ്പാനും മുടുപ്പാനും നശിപ്പിക്കുവാനും പിശാച് വളരെയധികം കെണികൾ ഒരുക്കാറുണ്ട്. ആ കെണികളിൽ നമുക്ക് ദോഷം സംഭവിക്കാതിരിപ്പാൻ പൗലോസിനെ പോലെ നാം ആ പ്രശ്നങ്ങളെ, ആ വിഷയങ്ങളെ തീയിൽ ഉടഞ്ഞു കളയണം. എന്താണ് തീ? എബ്രായ ലേഖനം 12 അധ്യായം 29 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന്. ആ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഥവാ ആ ദൈവത്തിൽ നാം നമ്മുടെ വിഷയങ്ങളെ കുടഞ്ഞിടണം, അഥവാ സമർപ്പിക്കണം, അഥവാ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ദോഷവും സംഭവിക്കാതെ മുന്നോട്ടുള്ള പ്രയാണം നിരപ്പായിത്തീരും. പൗലോസ് ചെയ്തത് ഇതാണ്. തന്നെ നശിപ്പിക്കുവാൻ തൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ സർപ്പത്തെ തീയിൽ കുടഞ്ഞിട്ടതിനാൽ ദോഷമൊന്നും പറ്റിയില്ല. നമ്മുടെയും ജീവിതയാത്രയ്ക്ക് മുന്നിൽ ഇതുപോലെ കടിച്ചു തൂങ്ങുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. അത് രോഗത്തിൻ്റെ രൂപത്തിൽ, അത് പലവിധ വ്യാധികളിൽ, പലവിധ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ചെറുക്കുന്ന ഏത് പ്രശ്നങ്ങളും സർപ്പമാണ്, വിഷജന്തുവാണ്. പൗലോസ് ചെയ്തതുപോലെ അതിനെ തീയിൽ കുടഞ്ഞിടുക, അത് ദഹിപ്പിക്കുന്ന അഗ്നിയാവുന്ന
യേശുവിൽ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ വിടുതൽ പ്രാപിക്കുക. ആമേൻ, ആമേൻ. സുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരു